ഐ ഡോണ്ട് മച്ച് കെയർ ഫോർ ഓപ്പറേഷൻ സിന്ദൂർ കേട്ടോ. അത് ആ രീതിയിൽ പോയതിനെക്കുറിച്ച് എനിക്ക് വലിയ നിരാശയുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. അത് അധികാരത്തിലിരിക്കുന്ന സമയത്ത് പല കണക്കൂട്ടലുകളും ഉണ്ടാവും അല്ലേ? ആ രീതിയിൽ മാത്രം നമ്മൾ കണക്കൂട്ടിയാൽ മതി. താങ്കൾ പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, അതൊക്കെ ശരിയാണ്. ഈ ടെററിസം എന്ന് പറയുന്നതിന് തന്നെയും ഈ റൂബ്രിക് ഉണ്ടല്ലോ ടെററിസം, അതിൻ്റെ തന്നെയും പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് ചെന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തില്ലേ ഈ സിറിയയിലെ പുതിയ ജൊലാനി വാസ് ദ മോസ്റ്റ് നൊട്ടോറിയസ് കില്ലർ ഇൻ ദ ഇസ്ലാമിക് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് അൽഖയ്ദയിലും ഉണ്ടായിരുന്ന ആളാണ്. അയാളെ കൊടുത്തില്ലേ. അപ്പം ദേ ഓൾ യൂസ് ദീസ് പീപ്പിൾ യുനോ. സോ വേർ ഇസ് ടെററിസം? എന്നിട്ട് ഇപ്പോൾ കണ്ടോ ഇതിൽ ടെററിസത്തിൻ്റെ കാര്യത്തിൽ കണ്ടോ, ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബ്രിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, പഹൽഗാമിനെ കണ്ടം ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ്. പക്ഷേ നോബഡി റെഫേഴ്സ് ടു പാകിസ്ഥാൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ലഷ്കർ ഇ തോയ്ബ മെൻഷനല്ല. കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ലഷ്കർ ഇ തോയ്ബ ജയ്ഷെ മുഹമ്മദ് ഉണ്ടായിരുന്നു, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അതുമില്ല. സംശയം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യ ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ ഒരു നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ളതായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പേൽഗാം അറ്റാക്ക് വരുമ്പോൾ ഇന്ത്യ ഭയങ്കര ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ. ഇന്റർനാഷണൽ ഡിപ്ലോമസി നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു കുഴപ്പമുള്ളത്, ഈ പാകിസ്ഥാൻ്റെ കാര്യം വരുന്ന സമയത്ത് ഇന്ത്യൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് അതിൽ കടന്നുകൂടും. അത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. നമ്മളതിനെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്തില്ലായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർക്ക് ഒരു ഇതയക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാൽക്കുലേഷൻസ് വേറെ രീതിയിലാണ് പോകുന്നതെന്ന്. അപ്പോൾ ആ ജോലി തന്നെ തെറിച്ചു പോകും, അത് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ. അതിന് നമ്മൾ രണ്ട് ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ബ്യൂറോക്രാറ്റായിരിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കേണ്ടി വരും. അതൊക്കെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളാണ്. അല്ലെങ്കിൽ വേണ്ട ബ്യൂറോക്രസിയിൽ നിൽക്കേണ്ട. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഈ രീതിയിലൊരു നിലപാടെടുത്തതിന് ശേഷം ഒബ്ജക്റ്റീവായിട്ട് നോക്കൂ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് നോക്കൂ. കൈകാര്യം ചെയ്താൽ അത് പൊളിറ്റിക്കലായിട്ട് ആക്സെപ്റ്റബിലിറ്റി ഉണ്ടാകുമോ? ഇല്ല. ഇന്ന് വരെ നമ്മൾ ആരെയും പിടിച്ചിട്ടില്ല ഇത് ചെയ്തിട്ടുള്ള ആളുകളെ. കണ്ടോ? അത് തന്നെ കാണിക്കുന്നത് വേറെ നമുക്ക് ചില ഡെഫിഷ്യൻസീസും ഉണ്ടായിരുന്നു നമ്മളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നും മറ്റും. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ അസസ്മെൻറ്റിൽ അത്ര ഒരു ഫാൻറ്റാസ്റ്റിക് ഓപ്പറേഷണൽ സക്സസ് അല്ലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ് എൻ്റെ അസസ്മെൻറ്റിൽ. പാകിസ്ഥാനെക്കുറിച്ച് ആ രീതിയിൽ ചിന്തിച്ച് തന്നെ തെറ്റാണെന്നുള്ളതാണ്. ദേ ആർ എ ഫോർമിഡബിൾ മിലിറ്ററി ഫോഴ്സ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അതാണ് മിക്കവാറും ഈ ബംഗ്ലാദേശിൻ്റെ സമയം വരുന്ന സമയത്ത് അവർക്ക് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇത് വളരെ ദൂരെ കിടക്കുന്ന ഒരു പ്രദേശത്ത്, ഇന്ത്യയുടെ അടുത്തൂടെ കടന്നു പോകേണ്ട ഒരു പ്രദേശത്ത് അവർ with their back against the wall. ബാക്കിയുള്ള എല്ലാ യുദ്ധങ്ങളും എടുക്കുന്ന സമയത്തേക്ക് ഇത് ശരിക്കും ഫുട്ബോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡ്രോ ആയിരുന്നു. സോ ഇറ്റ്സ് നോട്ട് എ സിലി ഫെലോ, യുനോ. ദേ ആർ എ ഫോർമിഡബിൾ മിലിറ്ററി പവർ. പാക് ഡിപ്ലോമസിയിലെ ഏത് ഭാഗത്താണ് നമുക്ക് പിഴച്ചു പോയത്? കാരണം നമ്മൾ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം വാജ്പേയിയുടെ സമയത്ത് നമ്മൾ ഈ ബെസ്റ്റ് ഡിപ്ലോമസി വരെ എത്തി, ഇതൊരു വളരെ ഹങ്കി ഡോറി ആയ ഒരു സിനാറിയോ ആണ് എന്നൊരു ഇംപ്രഷൻ കിട്ടുന്നു. ദെൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് കാർഗിൽ ഹാപ്പൻസ്, ദെൻ ഇറ്റ് ഗോസ് ഓൺ. ആ സമയത്ത് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ആ സമയത്ത് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് സാബട്ടാഷ് ചെയ്യുന്ന എലിമെൻറ്റ്സ് അതിൽ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് എന്താണെന്നുള്ള കാര്യം. പക്ഷേ അത് പാകിസ്ഥാൻ ഓൾസോ ഈസ് എ ലിവിങ് ബീയിങ് കേട്ടോ. അവർക്ക് വളരെ നല്ലോണം അറിയാം ഇന്ത്യ മുന്നോട്ട് വളരെ വേഗത്തിൽ കുതിച്ചു പോകുന്നതാണ്. ഓരോ ദിവസവും അവരും നമ്മളും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴയ ആശയങ്ങളിൽ അങ്ങനെ നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നുള്ളവർക്കൊരിതുണ്ട്. പിന്നെ ഇറ്റ്സ് എ ഫെയിലിംഗ് സ്റ്റേറ്റ് ആൻഡ് ദിയർ ഇസ് എ വെരി ബിഗ് ബോഡി ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ഇഫ് യു ഹാവ് ഗുഡ് റിലേഷൻസ് വിത്ത് ഇന്ത്യ, ഇൻക്ലൂഡിങ് ഇൻ ദ മിലിറ്ററി, ദാറ്റ് they can live better. Who doesn't want to live better? അല്ലേ? അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ നമ്മൾ ഈ
മുഷാറഫും മൻമോഹൻ സിംഗും തമ്മിലുള്ള കോജിറ്റേഷൻസിൽ ഈ കാശ്മീരിനെ കുറിച്ചുള്ള ചർച്ച ഒരു ഘട്ടം വരെ എത്തിയില്ലേ. അതിനുശേഷം അവിടെ മാറ്റങ്ങൾ വന്നിട്ടാണ് അത് ഫ്രോസൺ ആയതും. അതിൻ്റെ ത്രെഡ്സ് നമ്മൾ പിക്കപ്പ് ചെയ്യണം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നത്, അതിൻ്റെ ത്രെഡ്സ് നമ്മൾ പിക്കപ്പ് ചെയ്യണം. അത് പിക്കപ്പ് ചെയ്താൽ ഇപ്പോഴത്തെ പട്ടാളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പൊരുത്തപ്പെടും. ശരി, അതിൽ ഒന്നുകൂടെ ചോദിക്കട്ടെ, ആസ് എ ഡിപ്ലോമാറ്റ് സാറ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഈ കശ്മീരീസിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് എങ്ങനെയാണ്? പെർട്ടിക്കുലർലി വിത്ത് POKs എല്ലാ ദിവസവും ടെറർ അറ്റാക്ക് നടക്കുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള മോഡി ഗവൺമെൻറ് ഡിസിഷൻസിനും ശേഷം ആർട്ടിക്കിൾ 360ക്ക് ശേഷം അവരുടെ ഒരു സെൻറ്റിമെൻറ്റ് എന്താണ് ഈ വിഷയം? അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ആർട്ടിക്കിൾ 370 തെറ്റായിട്ടുള്ള ഒരു ചുവടുവെപ്പായിരുന്നു. നമ്മൾക്ക് കാര്യമായിട്ട് അതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ ഏലിയനേഷൻ ഈസ് സച്ച്, സെക്യൂരിറ്റി സിറ്റുവേഷൻ ഈസ് സച്ച് ദാറ്റ് അത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ അവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് യു വിൽ ഹാവ് ടു ഷവ് ഇറ്റ് ഡൗൺ ദ ത്രോട്ട്. ഏലിയനേഷൻ ഈസ് എ റിയാലിറ്റി അവിടെ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പറയാൻ അവകാശമില്ല. അത് അവരുടെ നാടാണ്, അവരുടെ ചരിത്രമാണ്, അവരുടെ സംസ്കാരമാണ്, അവരുടെ മതമാണ്, അല്ലേ? അപ്പോഴതനുസരിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തുടരുന്ന രീതിയിൽ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ശ്രമിക്കേണ്ടത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ദ പോസിബിൾ അവിടെ. പിന്നെ അതിന് തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് തടസ്സങ്ങളുണ്ട്. ഇത് പാർട്ടി വാഗ്ദാനം ചെയ്തതാണ് ആർട്ടിക്കിൾ 370 ചെയ്യണം, അത് പൂർത്തീകരിക്കണം, അത് കാണിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പോവല്ലേ. പക്ഷേ അത് ഇറ്റ്സ് എ റൂട്ട് ടു നോ വെയർ എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ ഇൻ്റഗ്രേഷനുള്ള വേറെ ഓൾട്ടർനേറ്റീവ് എന്താണ്? ഇൻ്റഗ്രേഷൻ ഡെഫിനറ്റായിട്ട് നടക്കും ഓവർ എ ലെങ്ത് ഓഫ് ടൈം ഇഫ് യു ഗിവ് ദം ഓട്ടോണമി. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഈസ് ബെറ്റർ ഓഫ് ഇഫ് ഇറ്റ് ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്. സാർ പറഞ്ഞിട്ടുണ്ട് അത് കാശ്മീർ ഇഷ്യൂവിൽ ഇന്ത്യ ഈസ് ഫോക്കസ്ഡ് ഓൺ മാനേജിങ് ദ സിറ്റുവേഷൻ rather than resolving it. Yes, absolutely. So what do you think is the permanent solution? Permanent solution is this, എന്താ പേരെന്താ? Kiran, permanent solution is this, whether it is Stalin, whether it is Kashmir, whether it is Mamata Banerjee, I think the solution lies in this, that let 100 flowers bloom, because we are all stakeholders in India now. ഇപ്പം ഇന്ത്യ ഇല്ലാതാവുകയാണെങ്കിൽ എന്തോന്ന് സ്ഥിതി വിശേഷം ഇവിടെ? ഇറ്റ് ഈസ് absolutely chaotic. We will be slitting each other's throat, അല്ലേ? സോ ഇന്ത്യ ഈസ്, അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഇത്രയും വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ബ്രോട്ട് അബൌട്ട് എ നാഷണൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് അവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് like I think of myself as a Malayali, but in a situation where there is a question mark over the existence of India, then I look at it like an Indian. Any person in India would look at it like this. So commitment is not to be this thing. എൻ്റെ പ്രത്യേകിച്ചുള്ള ചിന്ത ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാം, because you all may be party sympathizers, but there is no justification for treating Muslims like this. And there is no it's not state promoted. I am prepared to agree that that a kind of a rowdyism, let me put it like this, there is no other way to explain, that is happening in the villages and outside. What is the need for it? And a country can never be optimal if it excludes such a large component of its society. It's common sense, it is. And I have dealt with these countries, and I have dealt with these people belonging to this religion professionally and so on. Their commitment to India is not to be questioned at all, അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. And somebody must look at it like that, and then give them an autonomy, trust them, give them an autonomy. Ultimately, I've seen Kashmir unit was my charge. I know fairly well what is the assurance that we gave to them when they joined India. പ്ലബിസിസ്റ്റ് നടത്തണമെന്നോ, സ്വയംനിർണയാവകാശം നടത്തണം, അതിലെ കൊടുത്ത വാഗ്ദാനം അതല്ലായിരുന്നോ? ആ വാഗ്ദാനം നമ്മൾ പൂർത്തീകരിച്ചോ? Actually, the thing is, starting from Sheikh Abdullah's time, we've been drawing the line from Delhi, that you do this, you do that, and if you don't do this, you go to jail. This is the way it happened. അത് തന്നെ തെറ്റായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് BJP യുടെ തെറ്റെന്നല്ല, ഇത് കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് എ മെസ്സപ്പ് നൗ. ആൻഡ് ദ ഏലിയനേഷൻ ഈസ് എ ഗ്രൗണ്ട് റിയാലിറ്റി. ആ ഗ്രൗണ്ട് റിയാലിറ്റി ഉള്ളിടത്തോളം കാലം ഇത് പരിഹരിക്കാൻ പോകുന്നില്ല കേട്ടോ.
And resistance is something which you cannot put down. Resistance, ആം ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈവൻ ഇൻ ദ നോർത്ത് ഈസ്റ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. ബട്ട് അവർ ആറ്റിറ്റ്യൂഡ് ഈസ് വി ഡോണ്ട് വാണ്ട് ടു സീ ഇറ്റ്, വി ഡോണ്ട് വാണ്ട് ടു ഹിയർ അബൌട്ട് ഇറ്റ്. ഈ ആം ഫോഴ്സസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെയില്ലേ? ഇറ്റ്സ് എ സ്കാൻഡൽ കേട്ടോ. You talk to people, I have had service colleagues and all that, women are treated, so cruelly. What is the need for it, for our country to do that? I am speaking as a Hindu and as a very deeply religious Hindu. I go to temple, religiously I go to temple and I pray. So it's not that I am a communist or anything like that. ഈ സിന്ദൂറിൻ്റെ ഒരു ഇതിൽ തന്നെ ഈ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഇന്ത്യൻ ഗവൺമെൻറ് ഈ പാർലമെൻ്ററി ഡെലിഗേഷൻസിനെ അയച്ചിരുന്നത്. എനിക്ക് 2 ചോദ്യമാണുള്ളത്. അതിൽ ഒന്ന്, ഈ പാർലമെൻ്ററി ഡെലിഗേഷൻസ് പോയതിൽ എന്തെങ്കിലും വിജയമുണ്ടോ? 2, ഈ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒരു വലിയ പാർലമെൻ്ററി ഡെലിഗേഷൻ, പ്രത്യേകിച്ച് US അതുപോലുള്ള രാജ്യങ്ങളിലെല്ലാം പോയത്. ശശി തരൂരിന് അത്തരത്തിൽ പോയി അത്തരം ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞോ, അതോ അതൊരു പാർട്ടി പൊളിറ്റിക്സ് ആയിരുന്നു യഥാർത്ഥത്തിൽ? പാർലമെൻ്ററി ഡെലിഗേഷൻസ് ഒന്നും പെട്ടെന്ന് ഇങ്ങനെ ഒരിടത്ത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കി അയച്ചുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ബെസ്റ്റ് അഡ്രസ്ഡ് ഇൻ എ സിസ്റ്റമിക് വേ. പ്രയോജനപ്പെടുത്താൻ പറ്റും. പക്ഷേ ഫോർ ഇൻസ്റ്റൻസ് ഈ സർക്കാർ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ സർക്കാരിൽ അതിൽ വിശ്വാസമില്ലായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് തന്നെ അത് ഏതാണ്ട് നശിച്ചുപോയി. ഈ പാർലമെൻറ്റ്സ് തമ്മിലുള്ള ബന്ധം അത് സ്ഥായിയായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അത് ആശയവിനിമയം നടത്താൻ പറ്റും അവർക്ക്. അപ്പം ഡെലിഗേഷൻസിന് അയക്കേണ്ടതെന്ന് ആവശ്യമില്ല, അവരിവിടെ വരും, അവരെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്യായിരുന്നു. അതൊന്നുമില്ല. ഇപ്പോൾ ഒരു സ്ട്രക്ചർ, അങ്ങനെയുള്ള സ്ട്രക്ചറേ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, കുറേ പാർട്ടികളെ സൈലൻസ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അവരെ അയക്കുന്നു. അവർക്ക് ഫോറിൻ അലവൻസും കൊടുത്ത് അയക്കുന്നു. ഫസ്റ്റ് ക്ലാസ് എയർ ട്രാവൽ, 5 സ്റ്റാർ ലക്ഷറി, അവർ പോയിട്ട് തിരിച്ചു വരുന്നു. പിന്നെ അവരാരെങ്കിലും പറയുമോ ഇത് സർക്കാരിനെതിരായിട്ട്?